ഐഫോൺ എക്സാമിന് എടാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന മക്കൾ എന്താ മനസ്സിലാക്കണ്ടേ? എടാ നിങ്ങൾക്ക് ഐഫോൺ എന്ന് കേൾക്കുമ്പോൾ ഐഫോൺ 15 ഉണ്ട്, 14 ഉണ്ട്, 16 Pro 17 Pro ഒക്കെ ഉണ്ടാവും അല്ലേ? ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഏതൊക്കെ ഫോൺ ഉണ്ടോ അതൊക്കെ നിങ്ങളോട് എക്സാമിന് ചോദിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയില്ലേ? എന്നാൽ മക്കളെ സംഭവം അതല്ല, നോക്കിക്കോ മക്കളെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സംഭവം അതല്ല എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. അതിൽ ആരുമായി ബന്ധപ്പെട്ടാടാ? ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ്. എടാ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അല്ലേ? ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ മക്കൾക്ക് അറിയാം ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റിയതാണോ അതോ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റാത്തതാണോ? ചാർജ് ചെയ്യാൻ പറ്റിയത് തന്നെയല്ലേ? അതിന് നമ്മൾ നല്ല അതിൻ്റെതായിട്ടുള്ള എന്തെന്നെ വെക്കും, ചാർജർ തന്നെ വെക്കും. അല്ലാതെ വേറെ ഏതെങ്കിലും ചാർജർ നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. നമുക്ക് അതിൻ്റെ കമ്പനി എന്താണോ തരുന്നത് ആ ഒരു ഐഫോണിൻ്റെ ചാർജറാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ് റീചാർജബിളും നോൺ റീചാർജബിളും. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഏതാണ്, റീചാർജ് ചെയ്യാൻ പറ്റാത്തത് ഏതാ? ഐഫോണിൻ്റെ മക്കൾക്ക് അറിയാം റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മക്കൾക്ക് അറിയാം. അതുപോലെ തന്നെ മക്കൾക്ക് അറിയാം ക്ലോക്ക്, ടോയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എക്സാമിന് രണ്ടിൻ്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയും. ഇപ്പോൾ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ മക്കൾക്ക് അറിയാം. ബാറ്ററി എന്ന് പറയുമ്പോൾ അതിലെന്താടാ, ആരൊക്കെ തമ്മിൽ കൂടിയിട്ടാണ് മക്കളെ ബാറ്ററി ഉണ്ടാവുന്നത്? സെല്ലുകൾ തമ്മിലാണ്. അപ്പോൾ സെല്ലുകൾ കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ബാറ്ററി. അപ്പോൾ അതെങ്ങനെ പറയാ? സെല്ലും കൂടിയ ബാറ്ററിയാ. ഒന്ന് പറഞ്ഞേടാ, സെല്ലും കൂടിയ ബാറ്ററിയാ. അപ്പോൾ എങ്ങനെ മക്കളെ ബാറ്ററി കിട്ടുന്നത്? സെല്ലും കൂടിയിട്ടാണ്. അപ്പം മക്കളോട് പറയാണ് ബാറ്ററി എത്ര വിധം എന്നൊക്കെ മക്കളെ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ഉണ്ട്, റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ഉണ്ട്. എടാ നമ്മളെ ക്ലോക്ക്, നിങ്ങളെ വീട്ടിലത്തെ ക്ലോക്ക് ചാർജ് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി എന്താ ചെയ്യുക? മാറ്റും. അതായത് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റാത്തവയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആരൊക്കെ മക്കളെ? ക്ലോക്ക് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? കാൽക്കുലേറ്റർ കൊടുക്കാം അല്ലേ? കാൽക്കുലേറ്റർ. പിന്നെ എന്തൊക്കെ കൊടുക്കടാ? ടോയ്സ് കൊടുക്കാം. അപ്പോൾ ക്ലോക്ക്, കാൽക്കുലേറ്റർ, ടോയ്സ് അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. വാച്ച് പോലും, വാച്ച് ആൻഡ്രോയിഡ് വാച്ച് ഉണ്ട്, എന്നാലും വാച്ച് പൊതുവെ എന്താണ്? റീചാർജ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇനി റീചാർജ് ചെയ്യാൻ പറ്റുന്നത് ഏതാടാ? റീചാർജബിൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് ഐഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. മൊബൈൽ എന്ന് കൊടുത്താൽ മതി കേട്ടോ. മൊബൈൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ലാപ്ടോപ്പ് കൊടുക്കാം. മൊബൈൽ ഫോൺ കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് പവർ ബാങ്ക് കൊടുക്കാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വാച്ചുകൾ കൊടുക്കാം, അതുപോലെ തന്നെ ടോയ്സുകൾ തന്നെ ഉണ്ട്, വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റുന്ന മൈക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സാമിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ മക്കളെ എന്തായാലും സെറ്റാക്കി വെച്ച് പോയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്, ഐഫോൺ ആണോ സാംസങ് ആണോ എന്ന് മക്കൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല ഈ ചാനൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അസ്ലം സാറുടെ ഇൻസ്റ്റാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അസ്ലം മാഷ് എന്നാണ് ഇൻസ്റ്റാ അക്കൗണ്ട്. ഫോളോ ചെയ്തോളി, കൂടെ കോളിക്കൂടി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. സിയുടെ